ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതേ ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് വന്നിട്ടല്ലേ. രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി ഒരു കുഞ്ഞ് സ്റ്റേക്കേഷന് പോകാൻ നിൽക്കുകയാണ്. നമ്മളും നമ്മുടെ വേറെ 2 ഫ്രണ്ട്സ് കപ്പിൾസ് തന്നെയാണുള്ളത്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരുന്ന് അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വാഗമണ്ണുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇസുവിന് ഉറക്കപ്പിച്ചിലാണ് കേട്ടോ, റെഡി ആയിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അപ്പവും മുട്ടക്കറിയും അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ സംസാരിച്ച് അങ്ങനെ പോവായിരുന്നു. അപ്പോൾ അതിനിടയിൽ മസ്റ്റാണല്ലോ നമുക്ക് കുറിക്കാനുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വേണം ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് വന്ന സമയത്ത് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഫോട്ടോ എടുക്കാനും പിന്നെ വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിർത്തി. ഏകദേശം എത്താനായി തുടങ്ങിയപ്പോഴേക്കും നല്ലൊരു ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ഓഫ് മൗണ്ടെയ്ൻസും തേയിലത്തോട്ടവും അങ്ങനത്തെ ഒരു സ്ഥലം. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. ക്ലൈമറ്റ് വന്നിട്ട് വെയിലുണ്ട്, പക്ഷെ ചൂടില്ല, എന്നാൽ തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു നല്ല രസമുള്ളൊരു ക്ലൈമറ്റായിരുന്നു. ഈ പോകുന്നൊരു റൂട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ഓഫ് മൗണ്ടെയ്ൻസും തേയിലത്തോട്ടമൊക്കെ ആയിട്ട്. മീൻസ് നമ്മൾ AC ഒക്കെ ഓഫാക്കി ഗ്ലാസ്സൊക്കെ താത്തിയിട്ട് വ്യൂ കണ്ടാണ് നമ്മൾ പോയിരുന്നത്. നല്ല രസമുള്ള അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഹെയ്ഡേ റിസോർട്ടാണ് കേട്ടോ. ഹെയ്ഡേ റിസോർട്ട് വാഗമണ്ണാണ്. മാമച്ചനാണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ട് ഐ തിങ്ക് ഇൻസ്റ്റയിൽ എന്തോ കണ്ട് അങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു വിൻറ്റേജ് ഒരു ഫീല് വരുന്ന അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. 3 റൂംസ് വരുന്ന, അതായത് ഇപ്പോൾ ഒരു ഫാമിലി വന്നാൽ 3 കപ്പിൾസ് ഉള്ള ഒരു ഫാമിലി വന്നാൽ അങ്ങനെ സ്റ്റേ ചെയ്യാം. അതല്ല ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു 3 റൂംസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹോൾ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ നമ്മൾ റൂമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കയറുകയാണ്. ഫുള്ളൊരു വൈറ്റ് തീമിലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഫുൾ ഓഫ് ഒരു വിൻറ്റേജ് എസ്തറ്റിക് ലുക്കായിരുന്നു. നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഫുൾ ഓഫ് വൈറ്റും അതേപോലെ നമ്മുടെ പണ്ടത്തെ ഫേർണിച്ചേഴ്സൊക്കെ പോളിഷൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ള അങ്ങനത്തെ സീറ്റിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയിലേ കാണാൻ. ഫുൾ ഓഫ് ഒരു വിൻറ്റേജ് തീമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളും കിച്ചണുമാണ് വരുന്നത്. പിന്നെ ഇതായിരുന്നു ഒരു ബെഡ്റൂം വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമുമാണ് വരുന്നത്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂംസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് ഹാളിലൊരു അടിപൊളി മിററാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ താഴെ
അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പണ്ടത്തെ ഫോണില്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ളൊരു വിൻറ്റേജ്, ഒരു അടിപൊളി ക്ലോക്കും പിന്നെ ഫേർണിച്ചേഴ്സൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ പൂള് വരുന്നത്. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്, അവിടെ പൂള് വരുന്നുണ്ട്. പിന്നെ ഊഞ്ഞാൽ, അതേപോലെ സ്ലൈഡർ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, പിന്നെ ജസ്റ്റ് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയറും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാണ് ഹോള് വരുന്നത്. അപ്പോൾ ഇക്കയും ഇതേം കൂടി കിച്ചൺ ഫുൾ അരിച്ചു പെറുക്കുകയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അത് കഴിഞ്ഞ് പുറത്തുനിന്ന് തന്നെ സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അത് കയറുന്നതിനിടയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗെയിം സ്റ്റേഷൻ പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ക്യാരം ബോർഡും അതേപോലെ ഇവിടെ ഫുട്ബോളിൻ്റെ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഹോൾ ഇവിടെ വരുന്നുണ്ട്, സീറ്റിംഗ് ഉണ്ട്, പിന്നെ ടേബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു കുഞ്ഞു കിച്ചണും. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നത്, ഒരു വാർഡ്രോബും ഉണ്ട്, പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റും. അപ്പോൾ ഇതാണ് മുകളിലത്തെ ബെഡ്റൂം വരുന്നത്. ഒരു അടിപൊളി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയായിരുന്നു. ഇവിടെ 2 ബാൽക്കണി വരുന്നുണ്ട്. ഇതൊരു കുഞ്ഞു ബാൽക്കണി. ഇവിടെ സീറ്റിംഗ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പല നിറത്തിലുള്ള അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ബാൽക്കണിയിൽ നിന്നും വ്യൂ വരുന്നത് നമ്മുടെ മൗണ്ടെയ്ൻസും അതേപോലെ പൂളും തന്നെയാണ്. അപ്പുറത്തെ സൈഡിൽ ബാൽക്കണിയിൽ ജസ്റ്റ് നമുക്കിരിക്കാൻ വേണ്ടിയിട്ട് ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് സമയം ഫുൾ പ്രോപ്പർട്ടി കാണലും ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ മാമച്ചൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഫുൾ എന്താ പറയുക, നമ്മളൊരു ഹോൾ ട്രിപ്പിലൊരു എൻ്റർടൈൻമെൻറ്റ് പേഴ്സൺ ആണത്. അത് കഴിഞ്ഞ് പിന്നെ ദേ ഇസു അവിടെ ഇരുന്നിട്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആരും കാണാതെ ഇവിടെ ഒരാൾ സ്ലൈഡർ കണ്ടപ്പോൾ പുതിയായിട്ട് അതിൽ കയറി കളിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇസു പൂളിലിറങ്ങി. ഇങ്ങനെ 2 പൂളായിട്ടാണ് ഉണ്ടായിരുന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞ്. അപ്പോൾ ആൾ വെള്ളം കണ്ടപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, അതിൽ തന്നെയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലിറങ്ങാൻ വേണ്ടിയിട്ട് കരയായിരുന്നു. പക്ഷേ ചെറുതല്ലേ, അപ്പോൾ നമ്മൾ ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പറ്റൂല. അപ്പോൾ ആ പണി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇക്കാക്കാണ് കേട്ടോ. അവനെ മുക്കി എടുക്കുന്നുണ്ട് ഫുൾ വെള്ളത്തിൽ. അവനാണെങ്കിൽ അതിൽ നിന്ന് എണീക്കാൻ റെഡിയേ അല്ല. പൊതുവേ കുട്ടികൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലത്തെ റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ജസ്റ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ജസ്റ്റ് ബാൽക്കണിയിലൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പൂളിലിറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. പിന്നെ കുറേ സമയം, എനിക്ക് തോന്നുന്നു രാത്രി വരെ നമ്മൾ പൂളിൽ തന്നെയായിരുന്നു. നമ്മൾ പൂളിലുള്ള സമയത്ത് നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈം ആയപ്പോഴേക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മീൻസ് കോടയൊക്കെ ഇറങ്ങി ഒരു തണുപ്പ്. പിന്നെ വെള്ളത്തിലാവുമ്പോൾ ഓൾറെഡി തണുപ്പായിരിക്കും, അതിൻ്റെ കൂടെ ക്ലൈമറ്റും കൂടെ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഇസു ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസു ഉറങ്ങി. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ തന്നെ ഫുൾ പൂളിൽ കളിക്കലും മുക്കലും ആകെ ഫുൾ ബഹളമായിരുന്നു. എനിക്ക് 100 ലേക്ക് തരണം, നിങ്ങൾ എനിക്ക് 100 ലേക്ക് 100 ലേക്ക്
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രഷായിട്ട് എല്ലാവരും മുകളിൽ വന്നിട്ട് ജസ്റ്റ് ഫുട്ബോൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടീമായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു. എല്ലാവരോടും പോയി ഫ്രഷായി വരാൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫ്രഷായി റൂമിലെത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ആളവിടെ കൂർക്കം വലിച്ചുറങ്ങുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി എഴുന്നേൽപ്പിച്ച് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കണ്ടാൽ ഞാനതിൽ ഫ്ലാറ്റായിരിക്കും. അങ്ങനെ നല്ല രസമുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പുറത്ത് ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഹട്ട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ പോയി ചില്ല് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി നിന്നു. അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഏകദേശം 6 പേര് വണ്ടി തന്നെ ഉണ്ട്. ശരിക്കും 4 പേര് അതിൽ കൊള്ളുള്ളൂ. ചരിത്രത്തില് ശരിക്കും ഞങ്ങള് ഇപ്പൊ കറക്റ്റായിട്ട് ശരിക്കും നമ്മള് ജീപ്പ് സഫാരിയുടെ ഒരു ഇതിലാണ് നിൽക്കുന്നില്ല. കണ്ടില്ല, ഒരാൾ മടിയിലൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത്. അതില് അത്ര എന്താ ടാസ്ക് എടുത്തിട്ടാണ്. അങ്ങനെ നമ്മൾ പോയി കുറേ പോയിട്ടാണ് കേട്ടോ നമുക്കൊരു ഹോട്ടൽ കിട്ടിയത്. അങ്ങനെ നമ്മളവിടെ കയറി. ഒരു ഫുൾ തിരക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിൽ അങ്ങനെ ഹോട്ടൽസ് കുറവാണ്, അപ്പോൾ നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയുള്ള എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിക്കന് ബീഫൊക്കെ ഓർഡർ ചെയ്ത് ബീഫ് ഫ്രൈ പോരാ നമ്മുടെ നാട്ടിലത്തെ ഉഷാറില്ല. പക്ഷെ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ്. പിന്നെ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടിയർക്കി ഇതങ്ങനെ റെഡിയർക്കി നല്ല അടിക്കും. അങ്ങനെയൊന്നുമില്ല, മുമ്പിൽ ഇടിക്കല്ല. ഫസ്റ്റ് ഒരു എന്ത് വെച്ചാൽ ബീഫില്ലേ, ബീഫ് ഉണക്കും, എന്നിട്ടത് നല്ല ഇടിച്ച്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഫുഡൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് പിന്നെ നല്ല രസമായിരുന്നു. പാട്ടൊക്കെ വെച്ച് എല്ലാവരും, ഇസു ആയിരുന്നു മെയിൻ. പാട്ട് കേട്ടാൽ പിന്നെ അവന് ഡാൻസ് കളിക്കൽ തുടങ്ങും. അപ്പോൾ അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു സമയം ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ ഇട്ട് ഇസു ഫുള്ള് ഡാൻസായിരുന്നു, ഒപ്പം മാമച്ചനും. അങ്ങനെ അതിനിടയിൽ ഒരാൾ കോഫി ഉണ്ടാക്കി തരാൻ പോയതാണ്. എല്ലാവർക്കും കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഫുൾ സെറ്റപ്പിലൊക്കെ പോയി കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആകെ ഫ്ലോപ്പായിരുന്നു. അത് വേറൊരു കാര്യം. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നല്ല അടിപൊളി കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അന്ന് നല്ല ലേറ്റായിട്ടാട്ടോ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. രാവിലെ നമ്മൾ എഴുന്നേറ്റ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല രസമുള്ളൊരു സീനറിയൊക്കെ കണ്ടാണ് നമ്മൾ എഴുന്നേറ്റത്. നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് മുകളിൽ ഡൈനിങ് ഏരിയയിൽ അവർ ഫുഡൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഉണ്ട്, അതേപോലെ വാട്ടർമെലൺ ഉണ്ട്, പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട്, ജാമുണ്ട്, അതേപോലെ ബൂരി ഉണ്ട്, പിന്നെ ബട്ടറുണ്ട്, പിന്നെ നമുക്ക് നല്ല ചൂട് ചായയും അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫ്രഷായി എല്ലാവരും വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളെല്ലാവരും ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മുടെ ചെക്കൗട്ടിനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് എല്ലാവരും കൂടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഒരു ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സ്റ്റേ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ വാഗമൺ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരിക്കൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.